ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 33 വിദ്യാദാനം. ഭാഗം 33 വിദ്യാദാനം ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം സായാഹ്നത്തിൽ അഞ്ചുതെങ്ങിലുള്ള കളരിയിലെ അധ്യാപനവും കഴിഞ്ഞ് നാണുവാച്ചാൻ വഴിയരികിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അന്നാട്ടിലെ ഒരു നിർധന കുടുംബം വഴിയിൽ നിന്നും ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത് നാണുവാച്ചാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തിനാണ് നിങ്ങൾ നമ്മെ കണ്ട് ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത്? നാണുവാച്ചാൻ്റെ ചോദ്യം കേട്ടെങ്കിലും അവർക്ക് മുന്നിലേക്ക് വരുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കി നാണുവാച്ചാൻ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ലെങ്കിൽ നാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അത് കേട്ട് വ്യസനത്തോടും പരിഭ്രമത്തോടും കൂടി അവർ വഴിയിലേക്ക് കയറി വന്നു. ജാതിശ്രേണിയിൽ അയിത്തം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴത്തെ പടിയിലുള്ളവരായിരുന്നു അവർ. നമ്മെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ മറഞ്ഞു നിന്നത്? മറുപടി പറയാതെ ഒതുങ്ങി നിന്ന അവരോട് നാണുവാച്ചാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അടിയങ്ങൾ അയിത്തക്കാരാണേ തമ്പ്ര. അവരിൽ കുടുംബനാഥനായ ആൾ വായ് പൊത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അയിത്തവും തീണ്ടലുമൊന്നും നമുക്കില്ലല്ലോ. ഇനി നമ്മെ കണ്ടാൽ ഓടി മറയുകയോ മറഞ്ഞു നിൽക്കുകയോ അരുത് കേട്ടോ. അവർ തല കുലുക്കിയതല്ലാതെ വാക്കാൽ യാതൊന്നും അതിനുത്തരമായി പറഞ്ഞില്ല. അതിന് അവർക്ക് കഴിഞ്ഞില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടിട്ട് എന്തിനാണ് ഓടി മറയുന്നതും മാറുന്നതും? അതിൻ്റെ ആവശ്യമില്ല, ഗുരുദേവൻ പറഞ്ഞു. എവിടെയാണ് നിങ്ങളുടെ വീട്? നാണുവാച്ചാൻ ചോദിച്ചു. വീടായിട്ടൊന്നുമില്ല തമ്പ്ര. അക്കാണുന്ന പാടവരമ്പിനപ്പുറം ഓല കൊണ്ടൊരു കുടിഞ്ഞിലുണ്ട്. അവരിൽ മുതിർന്നവയാൾ വായ് പൊത്തിക്കൊണ്ട് പറഞ്ഞു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ നോക്കി നാണുവാച്ചാൻ വാത്സല്യത്തോടെ ചോദിച്ചു, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? കുടിപ്പള്ളിക്കൂടത്തിൽ തീണ്ടൽ ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ കയറ്റില്ല തമ്പ്രാനെ. പിന്നെ? കുട്ടികളുടെ പിതാവ് വിമ്മിഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് സ്നേഹവായ്പോടെ നാണുവാച്ചാൻ ചോദിച്ചു, എന്താണ് നിർത്തിക്കളഞ്ഞത്? പറഞ്ഞോളൂ, കേൾക്കട്ടെ. കഞ്ഞിക്ക് വകയില്ലാത്തവരെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും തമ്പ്ര? നാണുവാച്ചാൻ മെലിഞ്ഞുണങ്ങിയ ദേഹത്തോടു കൂടിയ 2 കുട്ടികളെയും അടുത്തേക്ക് ചേർത്ത് നിർത്തി. അവരുടെ ഒട്ടിയ കവിൾത്തടങ്ങളിൽ മെല്ലെ തലോടി. എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പും ശുചിത്വവും ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്നും ഇങ്ങനെ മറഞ്ഞു തന്നെ നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരായിത്തീരും. നാണുവാച്ചാൻ നടന്നു മറയുന്നതുവരെ ആ കുടുംബം കണ്ണുനീർ വാർത്തുകൊണ്ട് നോക്കി നിന്നു. അടുത്ത ദിവസം നാണുവാച്ചാൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരുടെ ഓലക്കുടിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവരോട് നാണുവാച്ചാൻ പറഞ്ഞു, നാം ഇവിടേക്ക് ഇപ്പോൾ കയറിയത് കളരിയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിപ്പാനാണ്. അന്നത്തെ അധ്യാപനം കഴിഞ്ഞിറങ്ങുമ്പോൾ നാണുവാച്ചാൻ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽപ്പെട്ട മറ്റു കുട്ടികളെ കൂടി നാളെ കൂട്ടിക്കോളൂ. ജാതിയും പണവും നോക്കിയല്ല നാം വിദ്യ അഭ്യസിപ്പിക്കുന്നത്. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 33 വിദ്യാദാനം. ഭാഗം 33 വിദ്യാദാനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.